എത്തിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം യാത്ര എത്തിച്ചേരുന്നത്. അദ്ദേഹം എത്തുന്നത് വരെ നമ്മുടെ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സുന്നി യുവജന സംഘത്തിന്റെ വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് KT മൊയ്തീൻ പയ്യിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നു. അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل. صدق الله مولانا العلي العظيم. عليكم بسنتي وسنة الخلفاء الراشدين المهديين عضوا عليها بالنواجذ. صدق رسول الله. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ വന്യരിൽ വന്യരായ സദസ്സിലെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, വളരെ നേരത്തെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പോഷക സംഘടനയാകുന്ന SYSന്റെ മഹാനായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് നയിക്കുന്ന ജാഥയെ സ്വീകരിക്കാനും പ്രഭാഷണങ്ങൾ ശ്രവിക്കാനും വേണ്ടി ഇവിടെ ഇരിപ്പിടത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒത്തുകൂടൽ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒരു വലിയ ഗ്യാപ്പ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ചെറിയ സമയം കൊണ്ട്, ബഹുമാനപ്പെട്ട സലീം നിങ്ങളോട് സൂചിപ്പിച്ചതിലേറെ ചെറിയ സമയം കൊണ്ട് തോട്ടുമുക്കം ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് ഇവിടെ എത്തിച്ച് ഇവിടെ മഹത്തുക്കൾ പ്രഭാഷണം നടത്താൻ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന നേതാക്കന്മാർ തന്നെ, വന്യരിൽ വന്യരായ വാക്കോട് ഉസ്താദും പുത്തനഴി ഉസ്താദും അതുപോലെ ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ ശ്രവിക്കുകയുണ്ടായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കുറിച്ചും അതിന്റെ പോഷക സംഘടനകളെ കുറിച്ചും നന്നായി നാം മനസ്സിലാക്കി. ഞാൻ എന്റെ പ്രിയപ്പെട്ട സദസ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ മഹത് സംഘടന എനിക്കും നിങ്ങൾക്കും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിന്റെ മുഖം എന്തായിരിക്കുമെന്ന് ഞാനും നിങ്ങളും ആലോചിക്കാൻ വേണ്ടിയാ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അൽഹംദുലില്ലാഹ് എല്ലാവരും പത്തിമടക്കി പുറകോട്ട് പോയ ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. എല്ലാ വിതഴികളും അവരുടെ പ്രവർത്തന മേഖലകളിൽ നിന്നും ആദർശ മേഖലകളിൽ നിന്നും പുറകോട്ട് പോയി. ആർക്കും അവർ കൊണ്ടുവന്ന ആശയങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വളരെ വ്യക്തമായ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രവർത്തന ഖോദയിൽ നിന്ന് പുറകോട്ട് പോയ ഒരു സാഹചര്യത്തിൽ ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുകയാണ്. അവിടെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസക്തി എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുന്നത്. ഇവിടുത്തെ സാധാരണക്കാരൻ പോലും പറയുന്ന ഒരാശയമുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സമസ്ത, ശംസുൽ ഉലമയുടെ സമസ്ത, മഹത്തുക്കൾ കണ്ണിയത്ത് ഉസ്താദിന്റെ സമസ്ത, അൽഹംദുലില്ലാഹ് അത് സത്യത്തിന്റെ സമസ്തയാ, അനുഗ്രഹത്തിന്റെ സമസ്തയാ. അവിടെയാണ് ദീനുള്ളതെന്ന് ബോധ്യപ്പെട്ടുവെന്ന് ഇവിടുത്തെ സാധാരണക്കാരൻ പോലും പറയുന്ന ഒരു സാഹചര്യത്തിലാ ഞാനും നിങ്ങളും ഉള്ളത്. ഖവാരിജുകൾ വരുന്ന ഒരു പശ്ചാത്തലം നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയുണ്ടായി. അസൂയയിൽ നിന്നും ജൂത ക്രൈസ്തവ ലോഭികളും മുനാഫിക്കുകളും ഒത്തുചേർന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വളരെ ശക്തമായ വ്യാപനം, അള്ളാഹുവിന്റെ ദീനിന്റെ വളരെ ശക്തമായ വ്യാപനം അള്ളാഹുവിന്റെ ദീൻ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാ. ശത്രുക്കൾ പ്രതീക്ഷിച്ചതിന്റെ മുകളിലുള്ള പ്രചരണമാ. ശത്രുക്കൾ ഉദ്ദേശിച്ചതിലേറെ അള്ളാഹുവിന്റെ ദീൻ പ്രചരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം വരുമ്പോ മുനാഫിക്കുകൾ ആലോചിക്കുക. നമുക്കറിയാം, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പ്രവാചകൻ എന്ന് അവകാശപ്പെട്ട മുസൈലിമത്തുൽ കദ്ദാബ് ഉണ്ടായിരുന്നു. ആ മുസൈലിമത്തുൽ കദ്ദാബിനോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബാ നബി മുഹമ്മദുൻ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ശേഷം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ശക്തമായി യുദ്ധം ചെയ്തു. സക്കാത്ത് നൽകുകയില്ലെന്ന് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? വല്ലാഹി ലൗ മനഊനി അഖാല ലഖാതൽതുഹും.
അവരെങ്ങാനും ഒരു ചെറിയ കയറ് അല്ലാഹുവിന്റെ ഹബീബായ നബിക്ക് നൽകുന്നത് എനിക്ക് നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. ഈ ആദർശ പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു യമാമായുധവും പശ്ചാത്തലവും ഒക്കെ നമുക്കറിയാം. ഞാൻ എന്റെ സദസ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇസ്ലാമിന്റെ അസൂയാലുക്കളിൽ നിന്ന് വിദഴി പ്രസ്ഥാനം ഉത്ഭവിക്കുന്നത്. ഇസ്ലാമിന്റെ നേരെയുള്ള അസൂയാലുക്കൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുനാഫിക്കുകളും ഒത്തുചേർന്ന് അള്ളാഹുവിന്റെ മഹത്തുക്കളായ മഹാരഥന്മാരായ സ്വഹാബത്തിനെ പോലും കാഫിറാക്കുകയാ. അതൊരു ഹിഡൻ അജണ്ടയായിരുന്നു. നമ്മൾ ശറഉൽ അഖായിദൊക്കെ പഠിക്കുന്ന സമയത്ത് വന്യരായ ഉസ്താദുമാർ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. മുർത്തകിബുൽ കബീറ കാഫിറാണെന്ന. മുർത്തകിബുൽ കബീറ എന്ന് പറഞ്ഞാൽ വലിയ പാപം ചെയ്യുന്നവൻ. വലിയ പാപം ചെയ്തു വന്നാൽ അവൻ കാഫിറാണത്രേ. കള്ളു കുടിച്ചാൽ കാഫിറായി പോകും, വ്യഭിചരിച്ചാൽ കാഫിറായി പോകും. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയുന്നവരല്ല. എന്തൊരു തിന്മ, എത്ര വലിയ തിന്മ, ശിർക്ക് അല്ലാത്ത, ഇർത്തിദാദ് വരാത്ത എന്തൊരു തിന്മ ഒരാൾ ചെയ്താലും അസ്വാലത്തെന്നവന്റെ അടുത്ത് ഈമാൻ ഉണ്ടെന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സ്ഥാപിക്കുമ്പോ അന്ന് ഖവാരിജുകൾ വന്നുകൊണ്ട് ലോകത്തോട് പറഞ്ഞത് വലിയ തിന്മ ചെയ്തു പോയാൽ കാഫിറായി പോകുമെന്ന. ആരെ കണ്ടുകൊണ്ടാണ് ഇവരിത് പറയുന്നത്? അതാ ഞാൻ ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞത്. അവർക്കൊരു ഒളി അജണ്ട ഉണ്ടായിരുന്നു. മഹത്തുക്കൾ സ്വഹാബി വര്യന്മാർ, മഹാനായ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ, അലി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ, ആയിഷ ബീവിയെ പോലത്തെ മഹദിമാരെയും മഹത്തുക്കളെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു അജണ്ടയുമായാണ് ഖവാരിജുകൾ വന്നത്. മുഅ്തസിലികളും ശീഴികളും അങ്ങനെ തന്നെ ഇങ്ങനെ ഹിഡൻ അജണ്ടയുമായി, ഒളി അജണ്ടയുമായി വിദഴികൾ കയറി വരുന്നത് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയും. മഅലല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെയെല്ലാം വളരെ ശക്തമായ ഒരു പ്രതിരോധ നിരയുണ്ടായിരുന്നു, ഒരു ഡിഫൻസിന്റെ നിരയുണ്ടായിരുന്നു. ആ ദൗത്യമാണ് അന്ന് മുതൽ ഇന്ന് വരെയും വളരെ വ്യക്തമായും ലോകത്ത് നിർവഹിക്കപ്പെടുന്നത്. ഇന്നത് നിർവഹിക്കപ്പെടുന്ന കക്ഷികളിൽ പ്രധാന കക്ഷി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ. നിസ്തർക്കം, അവിതർക്കിതമായ ഒരു യാഥാർത്ഥ്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹൽ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും അവസരവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്ക്, അവരൊന്നും രാജ്യത്ത് ക്ലച്ച് പിടിച്ചില്ല. ഖവാരിജുകൾക്ക് ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല, ഷീകൾക്കും മുഅ്തസിലികൾക്കും ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് നാം കാണുന്നത് ഇബ്നു തൈമിയ്യയാണ്. വളരെ വൈകി. ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞാൽ 8ാം നൂറ്റാണ്ടിലാ വരുന്നത്. ഇബ്നു തൈമിയ്യ വരുമ്പോ പറയുന്നത് അല്ലാഹു അല്ലാത്തവരോടുള്ള സഹായാഭ്യർത്ഥന, അല്ലാഹു അല്ലാത്തവരോട് സഹായാഭ്യർത്ഥന പാടില്ല, അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ പാടില്ല. മമ്പുറം തങ്ങളെ എന്ന് വിളിക്കുന്നവരാ നമ്മൾ, മുഹീദ്ദീൻ ശൈഖയെ എന്ന് വിളിക്കുന്നവരാ, ബദരീങ്ങളെ കാക്കണമെന്ന് പറയുന്നവരാ. അല്ലാഹു അല്ലാത്തവരോട് സഹായാഭ്യർത്ഥന മാത്രമല്ല, വിളിക്കുന്നത് തന്നെ ശിർക്കാ, വിളിക്കുന്നത് തന്നെ ശിർക്കാ. അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ പാടില്ല, അത് ശിർക്കിന്റെ കൊട്ടാരമാ, ശിർക്കിന്റെ കൂടാരമാ എന്ന് പറഞ്ഞിട്ട് ലോകത്തുള്ള കോടിക്കണക്കിന് സുന്നി മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്ന ഒരാശയം അതായിരുന്നു ഇബ്നു തൈമിയ്യയുടെയും അനുയായികളുടെയും ഹിഡൻ അജണ്ട. ലോകത്ത് കോടിക്കണക്കിന് സുന്നി മുസ്ലിങ്ങളാ, അൽഹംദുലില്ലാഹ്, അവർ അല്ലാഹുവിന്റെ മഹത്തുക്കളെ വിളിക്കുന്നവരാ, അവർ ഇസ്തിഗാസ ചെയ്യുന്നവരാ, അവർ തവസ്സുൽ ചെയ്യുന്നവരാ, അല്ലാഹു അല്ലാത്തവരോട് സഹായാഭ്യർത്ഥന നടത്തുന്നവരാ. ഈ സഹായാഭ്യർത്ഥന നടത്തുന്ന ലോകത്തുള്ള കോടിക്കണക്കിന് സുന്നി മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്ന അജണ്ടയുമായാണ് ഇബ്നു തൈമിയ്യ വരുന്നത് 8ാം നൂറ്റാണ്ടിൽ. മഅലല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശേഷമായി വന്നു ഹമീദ് ഫൈസി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ മുഹമ്മദ് അബ്ദുൽ വഹാബും അതുപോലെ റഷീദ് റിളയും മുഹമ്മദ് അബ്ദുവും എല്ലാം വരുന്നത് 15ാം നൂറ്റാണ്ട് കഴിഞ്ഞതിന്റെ ശേഷമാ. ഞാൻ നിങ്ങളും ആലോചിക്കുക, എല്ലാവരും തകർന്ന് തരിപ്പണമായി പോയി. ഈ രാജ്യത്താർക്കും ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. എന്താണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ പ്രഥമ പ്രബല വിദഴി കക്ഷി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മുജാഹിദ് പ്രസ്ഥാനം ഈ ഇബ്നു തൈമിയ്യയുടെ ആശയമാണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയമാണ്, റഷീദ് റിളയുടെ ആശയമാണ്, മുഹമ്മദ് അബ്ദുവിന്റെ ആശയമാണ്. ആ ആശയം പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് കടമെടുക്കുന്ന ഒരു സാഹചര്യം. അവർക്കൊന്നും ഗുരുവര്യന്മാരില്ലല്ലോ. നേരത്തെ വന്യരായ ഉസ്താദുമാർ ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ ആരാണ് ഇവരുടെയൊക്കെ ഗുരുവര്യന്മാർ? KM മൗലവിയുടെ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗുരുവര്യന്മാരെ നമ്മൾ ആലോചിക്കുമ്പോൾ തൊട്ടടുത്ത ഗുരുവര്യൻ തന്നെ ഒരുപക്ഷെ നമ്മുടെ മഹാനായ പണ്ഡിതനായിരിക്കും, നമ്മുടെ സുന്നി പണ്ഡിതനായിരിക്കും. അവരുടെ പരമ്പര അതോടുകൂടെ തന്നെ അവരുടെ സനത് മുറിഞ്ഞു പോവുകയാ. യാതൊരു ബന്ധവുമില്ലാത്ത അൽമനാറാകുന്ന പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് മാത്രം ആശയം കടമെടുത്തിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനം ഞാൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്.
ഹമീദ് ഫൈസി എപ്പോഴും അത് പറയുന്നത് കൊണ്ടായിരിക്കും. ഇന്ന് എത്ര മുജാഹിദാണെന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ പോസ്റ്റർ കണ്ട ഏത് മുജാഹിദാണത്? മടവൂരി വിഭാഗമാണോ, ഒറിജിനൽ ആണോ, അത് ജിന്നൂരികളാണോ, മറ്റേതെങ്കിലും വിഭാഗമാണോ? പോസ്റ്റർ കണ്ട നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. എല്ലായിടത്തും പ്രചണ്ഡമായ പ്രചരണങ്ങളാ അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായാഭ്യർത്ഥനയുടെ പേരിൽ തന്നെയാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തുള്ള സർവത്ര സുന്നി മുസ്ലിങ്ങളെയും മുശ്രിക്കലാക്കാൻ ശ്രമിച്ചവർ അവർ തന്നെ ഇന്ന് അഴീനൂ ഇബാദല്ലാഹ് ഒരു ഹദീസിന് വേണ്ടി മാത്രം സെമിനാറാ. അള്ളാഹുവിന്റെ അടിമ നാം എവിടെയെങ്കിലും പ്രയാസപ്പെട്ട സ്ഥലങ്ങൾ എത്തിപ്പെടുകയാണെങ്കിൽ ആ സ്ഥലത്ത് അള്ളാഹുവിന്റെ ഹബീബാ നബി നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് വിളിച്ചു പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണമെന്ന്. ഇത് പ്രത്യേകമായ അടിമകളെ കരുതിക്കൊണ്ടല്ല, ഏത് അടിമയുടെ സഹായവുമാകാം. ഈ ഹദീസ് വെച്ചുകൊണ്ട് പ്രത്യേകമായ സെമിനാറുകളാ മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്നത്. ഞാൻ എന്റെ സദസ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, അള്ളാഹു അല്ലാത്തവരുടെ സഹായാഭ്യർത്ഥനയുടെ പേരിൽ ലോകത്തുള്ള കോടിക്കണക്കിന് സുന്നി മുസ്ലിങ്ങളെ മുശ്രിക്കുകളാക്കുകയും മാത്രമല്ല അവരുടെ ശരീരം തന്നെ നശിപ്പിക്കാൻ വേണ്ടി, ശരീരം തന്നെ ഇവിടെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കാലത്തൊക്കെ എത്ര സമരങ്ങളും യുദ്ധങ്ങളുമാണ് നടന്നത്. പാവം മുസ്ലിങ്ങൾ എത്ര രക്തസാക്ഷികളായി. ഈ സാഹചര്യത്തിൽ അവർ തന്നെ ഇന്ന് കുടുങ്ങിയിരിക്കുക. ജിന്നുകൾ സഹായിക്കും, മലക്കൾ സഹായിക്കും. ശൈത്താനെ നമുക്ക് വേണമെങ്കിൽ പ്രീണിപ്പിച്ചാൽ ഉപകാരത്തിനും ഉപദ്രവത്തിനും ശൈത്താനെ ഉപയോഗപ്പെടുത്താം. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് പ്രചരിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാ. അവർ തന്നെ പരസ്പരം ഫൈറ്റാ. ഞാൻ എന്റെ സദസ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതുകൊണ്ട് എല്ലാവരും പത്തി മടക്കിയ, ആർക്കും ഒന്നും ഈ രാജ്യത്ത് ചെയ്യാൻ കഴിയാത്ത, ആദർശപരമായി ആശയപരമായി പുറകോട്ട് പോയ ഒരു സാഹചര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസക്തിയും ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആദർശ മഹിമയും പരിശുദ്ധിയും ഈ രാജ്യത്തിന് ബോധ്യപ്പെട്ടിരിക്കുക. അവിടെയാണ് എന്റെയും നിങ്ങളുടെയും പ്രസക്തി, അവിടെയാണ് എന്റെയും നിങ്ങളുടെയും പ്രസ്ഥാനത്തിന്റെ പ്രസക്തി. ഞാൻ എന്റെ സദസ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. രണ്ടാമതൊരു ഈ ഭാഗം എന്നെയും നിങ്ങളെയും പ്രയാസപ്പെടുത്തിയിരുന്നത് കേരള മണ്ണിൽ ഹുക്കൂമത്തെ ഇലാഹിയ ആദ്യത്തെ മുദ്രാവാക്യം ഉണ്ടായിരുന്നത് അത് മാറ്റി ചവിട്ടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും മറ്റ് പല ജാതി പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചപ്പോ രണ്ടാമത്തെ മുദ്രാവാക്യം ഇഖാമത്തുദ്ദീനാക്കി മാറ്റി. മതരാഷ്ട്രവാദികൾ മതത്തിന്റെ പേരിൽ പ്രത്യേകമായ രാഷ്ട്രം പണിയുക, മന്ത്രി കസേരയും പ്രധാനമന്ത്രി സ്ഥാനവും എല്ലാം കണ്ടുകൊണ്ടുവന്ന ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. നമ്മൾ ഈ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചണ്ഡമായ പ്രചരണം നമ്മൾ അനുഭവിച്ചതാ. ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് താകൂത്തി ഗവൺമെന്റ് അനുസരണം ആരാധനയാകുന്നു. ആർക്കും അനുസരിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിന് അനുസരിക്കാൻ പാടില്ല. ഈ ഗവൺമെന്റിന് അനുസരിച്ചു പോയാൽ അത് ശിർക്ക, അത് ഇർത്തിദാദ, കുഫ്റ എന്ന് പ്രചരിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഗവൺമെന്റ് തസ്തികളിലൊന്നും ജോലി ചെയ്യാൻ പാടില്ല. ഗവൺമെന്റ് തസ്തികളിൽ ജോലി എന്ന് മാത്രമല്ല, ഇവിടുത്തെ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ നമുക്ക് പിൻപറ്റാൻ പാടില്ല. ഇവിടുത്തെ ജഡ്ജ്മെന്റ് സ്വീകരിക്കാൻ പാടില്ല. ഇവിടുത്തെ കോടതിയുടെ വിധി സ്വീകരിക്കാൻ പാടില്ല. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും നമ്മുടെ കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് ഈ രാജ്യത്ത് മുദ്രാവാക്യം മുഴക്കിയ ജമാഅത്തെ ഇസ്ലാമിയെ നമുക്കറിയാം. ചൂണ്ടുവിരലിൽ നമ്മൾ മഷി പുരട്ടിയാൽ അത് ശിർക്ക, വോട്ടിംഗ് ശിർക്ക. ഈ രാജ്യത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞ താകൂത്തി ഗവൺമെന്റ് എന്നാണ് പറഞ്ഞത്, പൈശാചികമായ ഗവൺമെന്റ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണ് നമ്മൾ കണ്ടത്? അതിൽ നിന്ന് മെല്ലെ അടവ് മാറ്റിയപ്പോ മൂല്യാധിഷ്ഠിത വോട്ടിംഗ് ആയി. ചില ഭാഗത്തൊക്കെ മൂല്യം നിശ്ചയിച്ചു, അവർ തന്നെ മൂല്യം നിശ്ചയിച്ചു. ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല. വളരെ മോശപ്പെട്ട സാഹിത്യകാരന്മാരും നോവലിസ്റ്റുകളും അതുപോലെ അധാർമികതയിൽ ലയിച്ച് ജീവിക്കുന്ന ആളുകളുമായപ്പോ അവർ മൂല്യം ദർശിച്ചു. അള്ളാഹുവിന്റെ ദീനുമായി കൂടുതൽ ബന്ധമുള്ള കക്ഷികൾ എതിർ സ്ഥാനാർത്ഥികളായപ്പോ അവർക്ക് മൂല്യം ലഭിക്കാതെ പോയി. നമ്മൾ കണ്ടതാ ജമാഅത്തെ ഇസ്ലാമിയുടെ മൂല്യാധിഷ്ഠിതമായ വോട്ടിംഗ് ഈ രാജ്യത്ത് ധാരാളമായി നമ്മൾ ദർശിച്ചു. അവിടെ നിന്ന് മാറി, പിന്നെയും മാറി. ഇന്നെന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് വോട്ടിന് വേണ്ടി ഒരു വീട്ടിൽ 100 പ്രാവശ്യം കയറി ഇറങ്ങുന്ന ജമാഅത്തെ ഇസ്ലാമി. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ നമ്മൾ അനുഭവിച്ചതാ. ഒരു വീട്ടിൽ 2-3 വോട്ടുണ്ടെങ്കിൽ ആ വോട്ടിലേക്ക് നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമി ആ വീട്ടിൽ കയറി ഇറങ്ങുക. എന്തിനു വേണ്ടിയാ? ഇവർ നേരത്തെ ശിർക്ക് എന്ന് പറഞ്ഞ, ഇവർ കുഫർ എന്ന് പറഞ്ഞ, താകൂത്തി എന്ന് പറഞ്ഞ, ബന്ധപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞ പാവം സാധുക്കൾ പലരും ഇവിടുത്തെ ഗവൺമെന്റ് ജോലി രാജിവെച്ച് പോയ ആ വോട്ടിംഗ് സിസ്റ്റത്തിലേക്കും ആ ഗവൺമെന്റിലേക്കും വോട്ടിങ്ങിന് വേണ്ടി വീട്ടിൽ കയറി ഇറങ്ങുന്ന ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയെയാണ് ഞാനും നിങ്ങളും ഈ രാജ്യത്ത് കണ്ടത്. ഇവിടെ ഞാനും നിങ്ങളും എന്താണ് ആലോചിക്കുന്നത്? ഒരു നൂറ്റാണ്ടിൽ വന്ന് 941 ശേഷം 46 ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ വരവും ആ ജമാഅത്തെ ഇസ്ലാമിയുടെ അസ്തമയവും എല്ലാം ഒരു നൂറ്റാണ്ടിൽ തന്നെ. ഇന്ന് ജമാഅത്തെ ഇസ്ലാമി നിലനിൽക്കുന്നു. മാധ്യമം പത്രമില്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നിലനിൽക്കാൻ പ്രയാസം ഉണ്ടാവും. കുറച്ച് സ്ഥാപനങ്ങളും ഇല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി നിലനിൽക്കൂല. ആദർശ പ്രഭാഷണങ്ങളില്ല, അവർക്ക് ശിർക്ക് പറയാനില്ല, അവർക്ക് വോട്ടിംഗ് പറയാനില്ല, അവർക്ക് ഭരണഘടന പറയാനില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അവിടെയാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. നമുക്ക് മാറ്റേണ്ടി
വന്നിട്ടില്ല, നമുക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല. ഹമീദ് ഫൈസി ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ ഉള്ളത് മാത്രം പറയുന്ന, കിതാബ് നോക്കി പറയുന്ന, മസലകൾ പറയുന്ന, മഹാന്മാര് പറഞ്ഞത് മാത്രം പറയുന്ന ആ ഒരു സിസ്റ്റം സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ചതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് മാറ്റി തിരുത്തലുകളില്ല, നമുക്ക് പറഞ്ഞത് തിരുത്തേണ്ടി വന്നിട്ടില്ല, നമുക്ക് ഒരിക്കലും മാളത്തിലൊളിക്കേണ്ടി വന്നിട്ടില്ല, നമുക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടില്ല. ഇത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പവറാ, ഇത് മഹാനായ കണ്യത്ത് ഉസ്താദിന്റെ പവറാ, ഇത് ശംസുൽ ഉലമയുടെ പവറാ. ശംസുൽ ഉലമയുടെ മക്കൾ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അൽഹംദുലില്ലാ അതൊരു വലിയ സംഭവം തന്നെയാ. ഞാനും നിങ്ങളും ആലോചിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സമസ്ത ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. എന്തായിരിക്കും ഈ രാജ്യത്തിന്റെ സ്ഥിതി? ചേകനൂർ മൗലവി വരുന്ന സാഹചര്യം ഇവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. ഞാൻ പഠിക്കുന്ന സാഹചര്യത്തിൽ ജാമിയ നൂരിയയിൽ പഠിക്കുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ശരീക്കും ഇവിടെ നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്നു. നമ്മൾ ജാമി പഠിക്കുന്ന സമയത്ത് ചേകനൂർ എല്ലാ ഭാഗത്തും വന്ന് പ്രഭാഷണം നടത്തുന്ന ഒരു സമയ. പട്ടിക്കാട് ചുങ്കത്തും ഒരു ദിവസം ചേകനൂര്. പട്ടിക്കാട് ചുങ്കം എന്ന് പറഞ്ഞാൽ നമ്മളെ മൂർധാവിൽ കൊത്തുന്ന സിസ്റ്റമാണ്. അവിടെ നൂറുകണക്കിന് ഫൈലിമാർ, അവരുടെ ഗുരുവര്യന്മാർ, അവരെല്ലാമുള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റിയുടെ കോളേജിന്റെ തൊട്ടടുത്ത് ഈ ചേകനൂർ മൗലവി വന്ന് പ്രഭാഷണം നടത്തുക. ആ പ്രഭാഷണം നടത്തിയപ്പോ നമ്മളെ ബഹുമാനപ്പെട്ട എം ടി സ്ഥാനെ പോലത്തെ ആളുകളുണ്ട്. അവർ പറഞ്ഞു ഇന്ന് തന്നെ മറുപടി പറയണം. പക്ഷെ സാധ്യാവില്ലല്ലോ, നമ്മളെ നിയമങ്ങൾ അതിന് അനുകൂലമല്ല, ഒരിക്കലും പെർമിഷൻ ലഭിച്ചില്ല. പിറ്റേ ദിവസം മറുപടിക്ക് വേണ്ടി തയ്യാറാവുക. കുറെ കാര്യങ്ങൾ പറയാനുണ്ടാകുമ്പോൾ മറുപടി നമ്മൾ ഡിവൈഡിങ് ചെയ്യും. സ്വാഭാവികമായും ആര് ഏതൊക്കെ പറയണം എന്ന് ഡിവൈഡിങ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സദസ്സിലേക്ക് ചെറിയ നമ്മുടെ കേരളത്തിന്റെ ആ മഹാനുഭാവൻ ആദർശ പുരുഷനുണ്ടായിരുന്നു, മഹാനായ നാട്ടിക നവ്വറല്ലാഹു മർകദ. ആ മഹാനുഭാവൻ കയറി വന്നു. മഹാനുഭാവൻ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോ ചേകനൂർ മൗലവിയുടെ ഒരു പ്രധാനമായ വാദമായിരുന്നു, നായയെ നമ്മൾ കൊണ്ടു നടക്കുന്നതിന് കുഴപ്പമില്ല, നായയെ തൊടുന്നതിന് കുഴപ്പമില്ല, അതൊക്കെ അബൂ ഹുറൈറയും കൂട്ടുകാരും ഉണ്ടാക്കിയ സംഭവ വികാസങ്ങളാ, അതുകൊണ്ട് നായ ഒരിക്കലും നമുക്ക് സ്പർശിക്കാൻ പറ്റാത്ത ഒരു ജീവിയല്ല എന്ന ഒരു സംഭവം, ഒരു വാദം അയാൾക്കുണ്ടായിരുന്നു. ആ കാര്യം ചർച്ച ചെയ്തപ്പോ മഹാനായ നാട്ടിക ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം, അതിന് മറുപടി പറയാൻ അവസരം നിങ്ങൾ എനിക്ക് നൽകണം. ബഹുനിരായ ഉസ്താദുമാരോട് മഹാനായ നാട്ടിക ഉസ്താദ് അങ്ങനെ ഒരു അപേക്ഷ പറഞ്ഞപ്പോ ഉസ്താദുമാർക്ക് അത് തിരസ്കരിക്കാൻ കഴിഞ്ഞില്ല. മറുപടി പറയുന്ന സമയമാ മഹാനായ നാട്ടിക ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നായയുടെ കാര്യത്തിൽ എന്തായിരിക്കും മറുപടി? എല്ലാവരും സാഹൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സൂക്ഷ്മമായ വീക്ഷണമാ നാട്ടികയുടെ മറുപടി കേൾക്കാൻ വേണ്ടി. ആ സമയത്ത് നാട്ടിക ഉസ്താദ് പറഞ്ഞു, പിന്നീട് ടിയാനുള്ളത് നായയുമായുള്ള ബന്ധമാണ്, നായയെ തൊടുന്നതിന് കുഴപ്പമില്ലെന്ന വാദമാണ്. അത് ടിയാന് വർഗസ്നേഹമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് വളരെ സിമ്പിളായി മഹാനായ നാട്ടിക ഉസ്താദ് പറഞ്ഞപ്പോ സദസ് കുടുകുടാ ചിരിച്ചുപോയി. അത് വർഗസ്നേഹ, അതുകൊണ്ടാ നായ തൊട്ടാൽ കുഴപ്പമില്ലെന്ന് നാട്ടിക ഉസ്താദ് ഈ ചേകനൂർ മൗലവിയെ കുറിച്ച് സദസ് പറഞ്ഞപ്പോ അതൊരു വലിയ മറുപടിയായി. അൽഹംദുലില്ലാ, ഞാൻ എന്റെ സദസ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ഈ മുസ്ലിം കേരളത്തിന്റെ ഈ ഭൂമികയിൽ വന്നുകൊണ്ട് 3 നേരം നിസ്കരിച്ചാൽ മതി മക്കളെ. നോമ്പെന്ന് പറയുന്നത് അറബികൾക്കാ. അവരുടെ തക്കാളിയുടെ മുഖം കണ്ടിട്ടില്ലേ? അവരുടെ ആപ്പിളിന്റെ മുഖം കണ്ടിട്ടില്ലേ? അവര് മാംസവും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് കൊഴുത്തുരുണ്ടിട്ടുള്ള ആ അറബികൾക്ക് അള്ളാഹു നിശ്ചയിച്ചതാ നോമ്പ്. നമുക്കൊന്നും നോമ്പില്ല. മാത്രമല്ല പലിശ, മിത പലിശയും അമിത പലിശയും ഉണ്ട്. മിത പലിശയാണെങ്കിൽ കുഴപ്പമില്ല, അമിത പലിശക്കേ കുഴപ്പമുള്ളൂ. പലിശയുടെ ആളുകൾ തന്നെ ചേകനൂർ മൗലവിയെ കൊണ്ടുവന്നിരുന്നു. ഇതൊക്കെ പറഞ്ഞപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാൾ ഖുർആൻ അറിയുന്ന ആളായിരുന്നു, അയാൾ ഹദീസിൽ അവഗാഹമുള്ളവനായിരുന്നു, അയാൾ ഫിഖ്ഹി മദ്ഹബ് അറിയുന്ന ആളായിരുന്നു. എല്ലാം അറിയുന്ന കക്ഷി ഒരു പ്രഭാഷണം നടത്തി. ഈ കേരള മണ്ണിൽ വേര് പിടിക്കാതെ പോയി, ഈ കേരള മണ്ണിൽ ക്ലച്ച് പിടിക്കാതെ പോയി. എന്തുകൊണ്ട്? അത് മുജാഹിദ് പ്രൊഡക്റ്റ് ആണെന്ന് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഇവിടെ പറഞ്ഞു പോയി. അത് മുജാഹിദ് പ്രൊഡക്റ്റാ. ഒരാൾ മുജാഹിദ് മേഖലയിൽ പുരോഗമിച്ചാൽ അവർക്ക് തന്നെ പേടിയാ, എന്തായി പോകും? അതൊരു പക്ഷേ സി എൻ അഹമ്മദ് മൗലവിയാകും, അതല്ലെങ്കിൽ നമ്മളെ ചേകനൂർ മൗലവിയാകും. ചേകനൂർ മൗലവിയായ എന്ത് സംഭവിക്കും? മരിച്ചോ ഇല്ലേ എന്ന കാര്യം തന്നെ സംശയമാകും. ആരെങ്കിലും ഒരാൾ മയ്യത്ത് നിസ്കരിച്ചു എന്ന് കണിശമായി വാശി പിടിച്ച് പറയാ, ഞാൻ ചേകനൂർ മൗലവിക്ക് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അവൻ നാളെ ലോക്കപ്പിലാകും, അവനെ CBI പിടികൂടും, അവന്റെ കയ്യിന് ആമ വെക്കും. ഈ ഒരു സാഹചര്യം ഉണ്ടാകും. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പുരോഗമിച്ചു പോയാൽ ചേകനൂർ മൗലവിയാണാവുക. ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇതൊക്കെ അവര് പറയുന്ന സംഭവ വികാസങ്ങളാ. ഞാനും നിങ്ങളും ആലോചിക്കേണ്ട ഒരു കാര്യമില്ലേ? ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നിഴലാട്ടം, ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രാതിനിധ്യം, ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഒരു ഹുളൂർ ഈ കേരള മണ്ണിലില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ മുസ്ലിങ്ങളുടെ കഥ? അതാ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. ചേകനൂർ വന്ന് പ്രസംഗിച്ചിരുന്ന പല രാജ്യങ്ങളും എനിക്കറിയാം. കാളികാബ മേഖലയില, വണ്ടൂര മേഖലയില, തുവൂരിന്റെ ഭാഗമുണ്ട്, പാണ്ടിക്കാടൊക്കെ സ്ഥിരം വരുന്ന ആളുകളാ. അവിടെ ഇപ്പോഴും ചേകനൂരിന്റെ കക്ഷികളുണ്ട്. 3 വക്ത് നിസ്കരിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകൾ, നോമ്പ് പ്രത്യേകമായി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. എന്തെല്ലാം വികലമായ വാദഗതികളാ. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത്ഭുതം സൃഷ്ടിക്കാൻ വേണ്ടിയല്ല, പുതിയ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് വേണ്ടിയല്ല, IT ക്ക് വേണ്ടിയല്ല, പുതിയ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടിയല്ല, പുതിയ മേഖലകൾ രാജ്യത്തിന് നൽകാൻ വേണ്ടിയല്ല.
മാത്രമല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമിന്റെ ഈമാനും അമലും അത് സംരക്ഷിക്കുക, അതിനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നമ്മളെ ഈമാൻ സംരക്ഷിക്കപ്പെടണം. ബിദഅകളുണ്ട്, ഇവിടെ ഇഫ്റാത്തുണ്ട്, തഫ്രീത്തുണ്ട്. ഇഫ്റാത്തും തഫ്രീത്തും ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക. അമിതമായി പറ്റേ പുറകെ പോയി അവർക്ക് എന്തൊക്കെയാ കൊണ്ടുവരേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് സാമ്പത്തികം മാത്രമാണ് ലക്ഷ്യം. അവർക്ക് മുടിയാവാ, പിന്നീട് പാത്രമാവാ, ഇനി എന്തൊക്കെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ ഹബീബായ നബി വഫാത്താകുമ്പോ ബുഖാരിയിലൊക്കെ നമുക്ക് വ്യക്തമായി ബാബുകൾ, ചാപ്റ്ററുകൾ തന്നെ കാണാൻ കഴിയും. റസൂലുള്ളാഹി വഫാത്താകുമ്പോ എന്തെല്ലാം ആസാറുകളാ. അള്ളാഹുവിന്റെ ഹബീബ് വഫാത്താകുമ്പോ അവിടുത്തെ മോതിരമുണ്ട്, അവിടുത്തെ സൗബുണ്ട്, അവിടുത്തെ കമ്മീസുണ്ട്, അവിടുത്തെ നൈലൈനിയുണ്ട്, അവിടുത്തെ അസയുണ്ട്, വടിയുണ്ട്, മോതിരമുണ്ട്, ഇമാമത്തുണ്ട്, കലൻസുവയുണ്ട്, തൊപ്പിയുണ്ട്, റസൂലുള്ളാഹിന്റെ മോതിരമുണ്ട്, റസൂലുള്ളാഹിന്റെ വടിയുണ്ട്. എന്തെല്ലാം സംഭവങ്ങളാ. അള്ളാഹുവിന്റെ ഹബീബായ നബി വഫാത്താകുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മഹാന്മാര് സ്വഹാബക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ രണ്ട് വസ്ത്രത്തിൽ കിടന്നുകൊണ്ടാണ് പിന്നാരപ്പുമേനി ഈ ലോകത്തോട് ഇവിടെ ചോദിച്ചതെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി വഫാത്താകുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം ആയിഷ ബീവി സ്വഹാബത്തിന് കാണിച്ചു കൊടുക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സദസ്സ് ആലോചിക്കുക. സാമ്പത്തികം മാത്രം കരുതുന്ന ആളുകളോട് ഇന്ന് മുടിയുടെ സനത് ചോദിക്കാൻ ഈ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെയും പാണക്കാടിന്റെയും സമസ്തയും അതിന്റെ മക്കളും ഇല്ലായിരുന്നുവെങ്കിൽ വളരെ സിമ്പിളായ സംഭവമല്ലേ. സനത് വേണമെന്ന് മാത്രാ പറഞ്ഞത്. ഞങ്ങൾ ഒരിക്കലും ടിയാന്റെ അടുത്താണല്ലോ മുടി, അതുകൊണ്ട് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ടവർക്ക് ആ മുടി കിട്ടൂലല്ലോ നമ്മൾ പറഞ്ഞിട്ടില്ല. അയാളെടുത്ത് പുന്നാര പൂമേനിയുടെ മുടി വരാൻ സാധ്യതയില്ലല്ലോ സമസ്തയും നേതാക്കളും മക്കളും പറഞ്ഞിട്ടില്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീനിൽ ആധികാരികമായ ഒരു സംഭവമുണ്ട്, സനദ് എന്ന് പറഞ്ഞിട്ട്. ആ സനദ് വേണമെന്ന് മാത്രാ പറഞ്ഞത്. സനദ് വേണം എങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. ചരിത്രം പറയാൻ നമുക്ക് സമയമില്ല. ജമ്മുൽ ഖുർആൻ, അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് വഫാത്തായിരിക്കുക. ബിദഅകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യ. ബിദഅകൾ നമ്മുടെ സദസ്സിലും ഉണ്ടാവുമല്ലോ. റസൂലുള്ളാഹി വഫാത്തായ സാഹചര്യം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫ് ജമ്മുൽ ഖുർആൻ റസൂലുള്ളാഹി വഫാത്താകുമ്പോ നമ്മളിന്നും കയ്യിൽ ഇന്ന് പള്ളികളിൽ സൂക്ഷിച്ചതുപോലെ മുസ്ഹഫ് ഇങ്ങോട്ട് എടുത്താ എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന മുസ്ഹഫ് ഇല്ല. ആ മുസ്ഹഫ് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇന്ന് നമ്മളെ പള്ളിയിൽ എത്ര മുസ്ഹഫ, മദ്രസയിൽ എത്ര മുസ്ഹഫ, നമ്മുടെ വീടുകളിൽ എത്ര മുസ്ഹഫുകളാ. മുസ്ഹഫ് ഇങ്ങോട്ട് എടുത്താ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ സൂറത്ത് മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ എഴുതി വെച്ചിട്ടുള്ള ഒരു മുസ്ഹഫ് പുന്നാര പൂമേനി വഫാത്താകുന്ന സമയത്തില്ല. അബദ്ധം പറഞ്ഞു എന്ന് ധരിച്ചു പോകരുത്. എന്റെ പ്രിയപ്പെട്ട സദസ്സ് ആലോചിക്കുക. ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ച ഖുർആനിൽ മൻസൂഖുകളുണ്ട്. ആ എഴുതി വെച്ച ഖുർആനിൽ ഖുർആന്റെ തഫാസീറുകളുണ്ട്. ആ എഴുതി വെച്ച ഖുർആനിൽ വിശുദ്ധമായ ഖുർആൻ ഷരീഫ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെ ഖിറാഅത്തും അതിന്റെ ഹുക്മും എല്ലാം നസ്ഖ് ചെയ്തു പോയിട്ടുണ്ട്. തിലാവത്തൻ വഹുക്മൻ മൻസൂഖ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്ലിയറൻസ് ചെയ്തുകൊണ്ട് എല്ലാം ഒഴിവാക്കി ശരിയായ രൂപത്തിൽ ശാസ്ത്രീയമായി വിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ ക്രോഡീകരണം നടക്കുകയാ ജമ്മുൽ ഖുർആൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കാലത്ത് മുസ്തഫിന് മുസ്തഫ് എന്ന് പേര് വെച്ചതും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. യമാമ യുദ്ധത്തിൽ മഹത്തുക്കൾ മഹാരഥന്മാർ സ്വഹാബ റുഫാലുൽ ഖുർആൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഹിഫ്ളാക്കിയിട്ടുള്ള 70 ആളുകളെന്ന് അല്ല 700 ആളുകളെന്ന് മഹത്തുക്കൾ ചരിത്രകാരന്മാർ എഴുതി വെച്ചു. 700 ആളുകൾ വരെ വഫാത്തായത്രേ, ഷഹീദായത്രേ. യമാമ യുദ്ധം നടക്കുമ്പോ എന്തൊരു ഗൗരവമുള്ള കാര്യമാ. മുസൈലിമത്തുൽ കദാബുമായുള്ള യുദ്ധമാ. ആ യുദ്ധത്തിൽ 700ഓളം വരുന്ന ഹിഫാലുൽ ഖുർആൻ അല്ലാഹുവിന്റെ പുണ്യമേറിയ ഖുർആൻ ഹിഫ്ളാക്കിയ കക്ഷികൾ അവർ രക്തസാക്ഷികളായി എന്ന് ചരിത്രം എഴുതിയപ്പോ യമാമ യുദ്ധം കഴിഞ്ഞ മാത്രയിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിനെ സമീപിക്കുക. സംഭവത്തിന്റെ ഗൗരവം ശ്രദ്ധയിൽപ്പെടുത്തി, പ്രിയപ്പെട്ട സിദ്ദീഖേ, എന്താണ് യമാമ യുദ്ധത്തിന്റെ പശ്ചാത്തലം നിങ്ങൾ വിലയിരുത്തിയോ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും യമാമ യുദ്ധം വിലയിരുത്തുകയാ. ആ സമയത്ത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ സിദ്ദീഖിനോട് പറയുന്നു, നമ്മളെ ഹിഫാളൊക്കെ രക്തസാക്ഷികളായി. നമ്മളെ ഹിഫാളുകളെ എത്രേ പോയത്. ആ ധാരാളം ആളുകൾ ഖുർആൻ ഹിഫ്ളുള്ള ഒരു രക്തസാക്ഷിയായല്ലോ. ഇനിയും യുദ്ധം വരുമല്ലോ, ഇനിയും നമ്മളെ ഹിഫാൾ നമുക്ക് ഇല്ലാതെയാവുമല്ലോ. അതുകൊണ്ട് അലൈക്കാം തജ്മാൽ ഖുർആൻ, അലൈക്കാം തജ്മാൽ ഖുർആൻ. ഇങ്ങനെ നമ്മൾ പോയാ പറ്റൂല. ഈ ഖുർആൻ ഒന്ന് ജമ്മ് ചെയ്യണം. അലൈക്കാം തജ്മാൽ ഖുർആൻ, ഖുർആൻ നിങ്ങളൊന്ന് ജമ്മ് ചെയ്യണം. നിങ്ങളാണല്ലോ ഭരണാധികാരി. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉടൻ ചോദിക്കുക. വളരെ ഗൗരവത്തിൽ ആലോചിക്കാനൊന്നും സമയമല്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, കൈഫ നഫ്അലു അംറ ലം യഫ്അൽഹു റസൂലുള്ളാഹ്. പുന്നാര പൂമേനി ചെയ്യാത്ത കാര്യമാണല്ലോ. റസൂലുള്ളാഹിന്റെ കാര്യത്ത് ജമ്മുൽ ഖുർആനില്ല, അന്ന് നമുക്ക് മുസ്ഹഫില്ല, എഴുതി വെച്ചിട്ടില്ലല്ലോ, എഴുതി വെച്ച് ഗ്രന്ഥമെടുക്കാൻ നമുക്ക് അവസരമില്ലല്ലോ. അതുകൊണ്ട്
റസൂലുള്ള ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ എങ്ങനെ ചെയ്യും? ഇവിടെ എന്റെ ബിദഅകൾ ശ്രദ്ധിക്കേണ്ടതാ. ഇവിടെ ആ ബിദഅത്തിന്റെ കക്ഷികൾ ശ്രദ്ധിക്കേണ്ടത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി, ധാരാളം ചർച്ച നടത്തി. ആ സമയത്ത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിനോട് സിദ്ദീഖിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ഹാദാ ഖൈർ, വല്ലാഹി ഹാദാ ഖൈർ. ഒരിക്കലും ഉമറേ, ഒരിക്കലും സിദ്ദീഖേ, ഇത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല, നമുക്കിത് ചെയ്യാതിരിക്കാൻ പറ്റൂല. നമ്മൾ ഖുർആൻ ഒരുമിച്ച് കൂട്ടുക തന്നെ വേണം. എന്താണ് കാരണമെന്നോ? വല്ലാഹി ഹാദാ ഖൈർ, ഇതൊരു ഹൈറായ സംഭവ, ഇതൊരു വലിയ സംഭവ. ഇത് നമ്മൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആകെ പ്രശ്നമാകും. വല്ലാഹി ഹാദാ ഖൈർ എന്ന മറുപടി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റേത്. എന്റെ സദസ്സ് ശ്രദ്ധിക്കണം, രണ്ട് കാര്യം അവിടെ തന്നെ ഉണ്ട്. ബിദ്അത്താണെന്ന് പറയും, എല്ലാ കാര്യവും ബിദ്അത്താണെന്ന് പറയും, ഒക്കെ ഉപേക്ഷിക്കണം എന്ന് പറയും. റസൂലുള്ളാഹി ചെയ്യാത്ത കാര്യമാ ജമ്മുൽ ഖുർആൻ, സ്വഹാബ ചെയ്തു പോയി. അതിന് കാരണം പറഞ്ഞതോ വല്ലാഹി ഹാദാ ഖൈർ, ഇതൊരു ഖൈറായ കാര്യമാ. ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അങ്ങനെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും ഖുർആൻ ജമ്മ് ചെയ്യാൻ ധാരണയിലെത്തി. അവർ രണ്ടുപേരും ചേർന്ന് മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് വരാൻ പറയാ. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കാര്യം ഏൽപ്പിക്കുക. ഞാൻ വിശാലമായ ചർച്ചയിലേക്ക് പോകുന്നില്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രണ്ടാളുകളെ കാര്യം ഏൽപ്പിച്ചു. ഒന്ന് സെയ്ദ് ബിൻ സാബിത്ത, മറ്റൊന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരോടും പറയുന്നത് മദീന പള്ളിയുടെ മുറ്റത്തിരിക്കാനാ. രണ്ടുപേരും മദീന പള്ളിയുടെ മുറ്റത്തിരുന്നു. എന്തിനാണ് മദീന പള്ളിയുടെ മുറ്റത്തിരുന്നിട്ടുള്ളത്? ആളുകൾ ഖുർആനുമായി എഴുതി വെച്ച ഖുർആൻ ആവാം. ആ ഖുർആനുമായി വരുന്ന സമയത്ത് സസൂക്ഷ്മം പരിശോധിച്ച് എഴുതി വെക്കാനാ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും അതുപോലെ ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോടും ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ആ പാശ്ചാത്തലത്തിൽ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. ഹുഫാൽ എന്ന് പറഞ്ഞ അറബികൾക്ക് ഹിഫ്ളായിരുന്നു സുഖം. ആ കുവത്ത് ഹാഫിള, കുറച്ച് കൂടുതൽ ശക്തിയുള്ള ആളുകളായിരുന്നു അറബികൾ. കൂടുതലും ഖുർആനും മറ്റും അവർ ഹിഫ്ളാക്കുക ചെയ്യുക. എഴുത്ത് വളരെ കുറവായിരുന്നു. എന്നാലും മഹാന്മാരെ സ്വീകരിച്ച ഒരു നയം നിങ്ങൾ നോക്ക്. വിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഹിഫ്ള് എന്ന് ഇന്ന സൂറത്ത് എന്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ ഖുർആൻ ഫുൾ ഹിഫ്ള് ഉണ്ട്, ഇന്ന ആയത്ത് എന്റെ അടുത്തുണ്ട് എന്ന് പറയുമ്പോ മഹാന്മാര് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഒരിക്കലും സ്വീകരിച്ചില്ല. മറിച്ച് അവർ സ്വീകരിക്കുന്നത് അതിനോട് സമാനമായ ഖുർആൻ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അതാണ് ഷാഹിദൈൻ, അതാണ് ഷാഹിദാൻ. ഹിഫ്ളിൽ ഖുർആൻ ഉണ്ടെന്ന് പറയുമ്പോ ആ ഹിഫ്ളിലുള്ള ഖുർആനോട് സമാനമായി യോജിച്ച് സെയിമായി ഖുർആൻ ആരെങ്കിലും എഴുതി വെച്ചോ? എഴുത്ത് പരിശോധിച്ചു. ഒരാൾ ഹിഫ്ളിലുണ്ടെന്ന് പറഞ്ഞാൽ ആ ഹിഫ്ളിനോട് തുല്യമായിട്ടുള്ള എഴുത്തുണ്ടാകുമ്പോ രണ്ട് രേഖയും പരിശോധിച്ചുകൊണ്ടാ ബഹുമാനപ്പെട്ട മഹത്തുക്കള് വിശുദ്ധമായ ഖുർആൻ ഷരീഫ് രേഖപ്പെടുത്തുന്നത്. ആ ഖുർആൻ എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ളത്. കിതാബത്തിലുണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വരുന്നവർക്ക് ഹിഫ്ള് കൂടി പരിശോധിച്ചു, ഹിഫ്ളിലുണ്ടെന്ന് പറഞ്ഞു വരുന്നവർക്ക് കിതാബത്ത് കൂടി പരിശോധിച്ചു. രണ്ടും നല്ല പോലെ പരിശോധിച്ചിട്ട് മാത്രമാണ് വിശുദ്ധമായ ഖുർആൻ ഷരീഫ് പോലും ഇവിടെ സ്വീകരിക്കപ്പെട്ടത്. ഞാൻ നിങ്ങൾ ആലോചിക്കണം, ഖുർആൻ അല്ലേ, ആയത്ത് മിസ്സാവൂലേ, അത് മോശല്ലേ, നമ്മൾ എഴുതി വെക്കേണ്ടതല്ലേ? ഖുർആൻ ഹിഫ്ളുണ്ട് എന്നാണല്ലോ പറയുന്നത്, ഇവര് കിതാബത്തിലുണ്ട് എന്നാണല്ലോ പറയുന്നത്. ഒരിക്കലും സ്വീകരിച്ചില്ല. ആ രണ്ട് സാക്ഷിയും, ഹിഫ്ള് എന്ന സാക്ഷിയും കിതാബത്ത് എന്ന സാക്ഷിയും പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ടാ മഹത്തുക്കൾ വിശുദ്ധമായ ഖുർആൻ ഷരീഫ് അംഗീകരിക്കുന്നത്. ഇനി നിങ്ങൾ ഹദീസിലേക്ക് ഒന്ന് നോക്ക്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഹദീസിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഹദീസ് ഒരു ഭാഗം ഹദീസിനെ കുറിച്ച് നമ്മൾ പറയുക മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ കണ്ടമാനം പരമ്പരയിലൂടെ വരുന്നത് അനിഷേധ്യം. അതിനാണ് മുത്തവാത്തിർ എന്ന് പറയാ. എന്തുകൊണ്ടാ മുത്തവാത്തിറായത്? സനദ് പരിശോധിച്ചിട്ടാ, സനദ് പരിഗണിച്ചിട്ടാ. അസംഖ്യം പരമ്പരയിലൂടെ വരുന്നതിനാ മുത്തവാത്തിർ എന്ന് പറയുന്നത്. അപ്പോൾ മുത്തവാത്തിർ സനദ് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഗുണം. ഇനി നിങ്ങൾ ഖബർ വാഹിദ, ആഹാദ് എന്ന് പറയാ. എന്തുകൊണ്ടാ ആഹാദ് ഉണ്ടായത്? സനദ് പരിഗണിച്ച്. ഇനി ആഹാദ് തന്നെ വിഭജിക്കപ്പെടുകയാ. നമുക്ക് മഷൂർ എന്ന് പറയാ, അസീസ് എന്ന് പറയാ, ഗരീബ് എന്ന് പറയാ. ഈ ഗുണങ്ങളെല്ലാം ഹദീസിന് ലഭിക്കുന്നത് അതിന്റെ സനദ് പരിഗണിച്ചുകൊണ്ടാ. അതുകൊണ്ട് സനദില്ലാത്ത ഒരു കളിയും നടക്കൂല എന്ന് മഹത്തുക്കൾ ഇവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ എന്റെ സദസ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ ഹബീബായ നബി വഫാത്താകുമ്പോ എല്ലാ ആസാറുകളും എന്ന് പറഞ്ഞ ഒരുപാട് ആസാറുകൾ റസൂലുള്ളാഹിക്കുണ്ട്. ഇതിന് തന്നെ നമ്മൾ സനദ് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു ടെസ്റ്റ് ഡോസാ. ആദ്യം മുടിയുമായി വരിക, പിന്നെ പാത്രേറ്റ് വരും, ഇനി പലതുമായി വരും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സദസ്സിനോടൊന്ന് ചോദിക്കട്ടെ, നാളെ ഒരു കേന്ദ്രത്തിൽ നിന്ന് പറയാ ഈ കേന്ദ്രം ആവണ്ട, നമ്മളെ കേന്ദ്രം ആവണ്ട, ഇതുപോലത്തെ വേറൊരു കേന്ദ്രത്തിൽ നിന്ന് നാളെ പറയാ എന്റെ അടുത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ തലയിൽ ധരിച്ചിരുന്ന തൊപ്പിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്വാൻ കയറി വന്നാൽ, എടോ അത് അല്ലാഹുവിന്റെ ഹബീബാ നബിയുടെ തൊപ്പിയല്ല എന്ന് പറയാൻ നമ്മുടെ അടുത്ത്
അടുത്ത് മാനദണ്ഡം എന്താ മക്കളെ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട മക്കൾ, കൂടെയുള്ള മക്കൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് നമ്മുടെ അടുത്ത് മാനദണ്ഡമുള്ളത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ നബിയുടെ തൊപ്പിയല്ല എന്നെ തൊപ്പി, അള്ളാഹുവിന്റെ ഹബീബിന്റെ ചെരുപ്പല്ല എന്റെ കയ്യിലുള്ള ചെപ്പ്. നാളെ ഒരു മഹാൻ അതുമായി വന്ന, നാളെ ഒരു വിദ്വാൻ അതുമായി വന്ന എങ്ങനെ നമ്മൾ സ്വീകരിക്കും? അതുകൊണ്ട് വളരെ ഗൗരവം മുല്ലക്കോയ തങ്ങളുടെ സമസ്ത, കണ്ണീത്ത് ഉസ്താദിന്റെ സമസ്ത, ഷംസുലുലമയുടെ സമസ്ത, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിയോഗിച്ചിട്ടുള്ള ഒരു സമസ്തയാണ്. ഈ നാട്ടിലുള്ള മനുഷ്യന്റെ ഈമാനും അമലും അത് ഇസ്ലാമാകണം, അത് സലാമത്താകണം. അതിനുവേണ്ടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അത് നമുക്ക് ബോധ്യപ്പെടും. ഇനി നിങ്ങൾ നോക്ക്, ആരൊക്കെ ഇവിടെ എന്തൊക്കെ പറഞ്ഞു വന്നാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ഞാൻ തബ്ലീഗുകാരെ കുറിച്ച് സൂചിപ്പിക്കാറുണ്ട്. ചില സുഹൃത്തുക്കൾ പറയും എല്ലാം എതിർക്കുമല്ലോ, എല്ലാരും എതിർക്കുന്ന പ്രസ്ഥാനമാണല്ലോ സമസ്ത എന്ന് ചില ആളുകൾ പറയും. തബ്ലീഗ് ജമാഅത്ത് അവരുടെ ഷെർവാനി കണ്ട്, അവരുടെ തൊപ്പി കണ്ട്, അവരുടെ തലേക്കെട്ട് കണ്ട്, അവരുടെ പൈജാമ കണ്ട്, അവരുടെ മറ്റു ഡ്രസ്സുകൾ കണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തൊരു സുന്ദരമായ വേഷ. നമ്മൾ ഒരിക്കലും അവരുടെ വേഷത്തെ ആക്ഷേപിക്കുന്നില്ല. നമ്മൾ ഷെർവാനിയെ കുറ്റം പറയുന്നവരല്ല, നമ്മൾ പൈജാമയെ കുറ്റം പറയുന്നവരല്ല, നമ്മൾ തൊപ്പിയെ കുറ്റം പറയുന്നവരല്ല, നമ്മൾ തലേക്കെട്ടിനെ കുറ്റം പറയുന്നവരല്ല. വശ്യവും മൃദുലവും ആകർഷണീയവുമായ ശൈലിയെയോ സ്വഭാവത്തെയോ നമ്മൾ ഒരിക്കലും വിമർശിച്ചിട്ടില്ല. അവർ വീട് കൂടിയൊക്കെ കയറി വന്നിട്ട് മക്കളെ നിസ്കരിക്കാൻ ജമാഅത്തിന് വരണം, പള്ളിക്ക് ജമാഅത്തിന് വരണം, നമ്മൾ അതിനെ എതിർത്തിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മഹാനായ കോട്ടുമല ഉസ്താദിനെയും ബഹുമാനപ്പെട്ട വാണിയമ്പല ഉസ്താദും ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ബ്യൂറോ, ഒരു ചെറിയ സമിതിയെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിശ്ചയിച്ചു. അവർ വളരെ കറക്റ്റ് ആയിട്ട് മെസ്സേജ് നൽകി. എന്താ മെസ്സേജ്? അതും ഒരു ബിദഈ പ്രസ്ഥാനമാകുന്നു. ഇത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സമസ്തയുടെ ഏറ്റവും സുന്ദരമായ ആശയം നിങ്ങൾ അവിടെയാ ശ്രദ്ധിക്കേണ്ടത്. അതും ഒരു ബിദഈ പ്രസ്ഥാനമാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞ പുതിയ ആശയങ്ങളുള്ളവർ. നിങ്ങൾ ഇവിടുത്തെ മുജാഹിദീൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാനി, ഈ ഗ്രൂപ്പുകളൊക്കെ പരസ്പരം കാഫിറാക്കുക ചെയ്യുന്നത്. ശിർക്ക് കുറഞ്ഞ പോലത്തെ ഒരു പരിപാടിയില്ല. ഒന്നാമത്തെ ഈ ഭാഗം ഒന്നാമത്തെ ഒറിജിനൽ കാര്യം പറയാ, മടവൂരികളെ കുറിച്ച് അവര് മുശ്രിക്കുകളാണ് പറയുന്നത്. തിരിച്ച് ഇങ്ങോട്ട് പറയുന്നതും അങ്ങനെ തന്നെ. അവർക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുന്നത്ത് ജമാഅത്തിന്റെ മഹത്തുക്കൾ സ്വഹാബി വര്യന്മാരുടെ കാലം മുതൽ ഈ ലോകത്തോട് പറഞ്ഞത്, ഒരാളെയും നമ്മൾ കാഫിറാക്കിയിട്ടില്ല. ലാ നുകഫിറു അഹദാ, ഒരാളെയും നമ്മൾ കാഫിറാക്കിയിട്ടില്ല. നമ്മൾ എന്താ പറയാ? നമ്മൾ ഖവാരിജികളെ തൊട്ട്, ഷീകളെ തൊട്ട്, മുഅ്തസിലികളെ തൊട്ട്, മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തും എല്ലാവരും നമ്മൾ പറയണ്ടാ, ഇവര് ബിദ്അത്തിന്റെ കക്ഷികൾ. എത്ര സുന്ദരമായ ഒരു ശൈലിയാ നമ്മുടെ ശൈലി. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഞാൻ എന്റെ സദസ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. തഖ്വിയത്തുൽ ഈമാൻ എന്ന് പറഞ്ഞിട്ട്, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് ഷാ ഇസ്മായിൽ ഷഹീദിന്റെ ഒരു പുസ്തകമുണ്ട്. രണ്ടും ഷാ ഇസ്മായിൽ ഷഹീദിന്റേതാ. തഖ്വിയത്തുൽ ഈമാൻ എന്ന് പറയുന്ന പുസ്തകവും സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പുസ്തകവും മുഹമ്മദ് ഇല്യാസിയുടെ പ്രധാനപ്പെട്ട ഗുരുവര്യന്മാരാ. ഇസ്മായിൽ ഷഹീദ് എന്ന് പറയുന്നത് അയാൾ എഴുതിയിട്ടുള്ള തഖ്വിയത്തുൽ ഈമാൻ എന്ന് പറയുന്ന, അയാൾ എഴുതിയിട്ടുള്ള സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന, നമ്മളെ സമസ്തയുടെ പണ്ഡിതന്മാര് തഖ്വിയത്തുൽ ഈമാനിന് പേര് പറഞ്ഞ തഖ്വിയത്തുൽ ഈമാൻ എന്ന രണ്ട് പുള്ളിയുള്ള കാഫ് കൊണ്ട് വായിക്കണ്ട, മറിച്ച് മുഹമ്മദ് തഖ്വിയത്തുൽ ഈമാൻ പറഞ്ഞ ഈമാൻ കരിച്ചു കളയുന്നത്. ഈ തഖ്വിയത്തുൽ ഈമാനിലും സിറാത്തുൽ മുസ്തഖീമിലും എഴുതിയിട്ടുള്ളത് ഉമൂമൻ ലോഗ് ആടെ വക്ത്. എന്റെ പ്രിയപ്പെട്ട സദസ്സ് ശ്രദ്ധിക്കണം. വെറുതെ നമ്മളൊരു കാര്യം ആരെക്കുറിച്ച് നമ്മൾ പറയൂല. ലോക് ആടേ വക്കുംകു, അങ്ങനെ ദീർഘിച്ചു പോവുകയാണ് ആ മേഖല. ആളുകൾ പ്രയാസം വരുമ്പോ ഉമൂമൻ ലോക് ആടേ വക്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പ്രയാസവും പ്രതിസന്ധിയും വരിക, ജനങ്ങൾക്ക് സഹായം കിട്ടേണ്ട ഒരു സാഹചര്യം വരിക. ആ സമയത്ത് ജനങ്ങൾ നബിയും കു, വലിയും കു, ഷഹീദും കു, ഇമാമും കു, പൈഗംബറും കു, ഫരിഷ്തും കു, ദീർഘിച്ച് അങ്ങനെ എണ്ണിപ്പോവുക. ഇവരൊക്കെ പുകാർനാ കർത്തേ ഹൈൻ, അവരോടൊക്കെ സഹായം ചോദിക്കുന്നു എന്ന. പുകാർനാ കർത്തേ ഹൈൻ, സഹായം ചോദിക്കുന്നു. നബിമാരോട് സഹായം ചോദിക്കുക, മലക്കുകളോട് സഹായം ചോദിക്കുക, ഷഹീദ്മാരോട്, രക്തസാക്ഷികളോട് സഹായം ചോദിക്കുക, ദീനിന്റെ ഇമാമുകളെന്ന് അവകാശപ്പെടുന്ന മശായിഖുമാരോട് സഹായം ചോദിക്കുക. പുകാർനാ കർത്തേ ഹൈൻ, അവർ സഹായം ചോദിക്കുന്നു. പുകാർനാ ബി ശിർക്ക് ഹേ, ഇത് തന്നെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. വളരെ വ്യക്തമായും ദീർഘിച്ച ചർച്ച അവിടെയുണ്ട്. പുകാർനാ ബി ശിർക്ക് ഹേ, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പാടില്ല, അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ പാടില്ല, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് സഹായാഭ്യർത്ഥന നടത്താൻ പാടില്ല എന്ന ആശയത്തിൽ എല്ലാ ബിദഈകളെക്കാണെയും മുൻപന്തിയിൽ നിൽക്കുന്ന കക്ഷിയാകുന്നു തബ്ലീഗ് ജമാഅത്ത്. അതുകൊണ്ട് അവരെ ആദർശത്തെയാണ് നമ്മൾ വിമർശിച്ചത്, അവരെ അഖീദയാണ് നമ്മൾ വിമർശിച്ചത്, അവരുടെ ഡ്രസ്സിനെയല്ല, അവരെ പെരുമാറ്റത്തെയല്ല, അവരെ ശൈലിയല്ല, അവർ ഭക്ഷണം പാകം ചെയ്യുന്നതല്ല, അവർ സ്റ്റവ് കൈപ്പിടിക്കുന്നതല്ല, അവർ തക്കാളി അരിയും കൊണ്ടു നടക്കുന്നതല്ല. ഇതൊന്നും നമ്മൾ വിമർശിച്ചിട്ടില്ല. നമ്മൾ വിമർശിച്ചത് അവരുടെ ആദർശ. ആ തഖ്വിയത്തുൽ ഈമാനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു 2-3 പേജ് അങ്ങനെ മറിച്ചു പോകുമ്പോ ഓർ അബൂ ജഹൽ ദോനും ശിർക്ക് മേ ബറാബർ ഹേ, എത്ര ഗൗരവം നിങ്ങൾ ആലോചിക്കും.
ആലോചിച്ച് നോക്കണം. വോ ഓർ അബൂജഹൽ ദോനും ഷിർക്ക് മെം ബറാബർ ഹേ. ഇവനും അബൂജഹലും ഷിർക്കിൽ സെയിമ, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാ. ആരാണ് ഈ പറയുന്നത്? അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചാൽ ആ കക്ഷിയും അബൂജഹലും ഷിർക്കിന്റെ കാര്യത്തിൽ തുല്യന്മാരാണെന്ന് പറയുന്ന തബ്ലീഗ് ജമാഅത്തുകാരനെ സമസ്തക്ക് സഹിക്കാൻ കഴിയൂല. അത് നിങ്ങളെ ഈമാൻ സലാമത്താക്കാനാ, അല്ലാതെ അവരെ വിമർശിക്കാൻ വേണ്ടിയല്ല. സമസ്തക്ക് ഇവിടെ തബ്ലീഗ് ജമാഅത്ത് പ്രവർത്തിച്ചു, ജമാഅത്തെ ഇസ്ലാം പ്രവർത്തിച്ചു, നദ്വത്തുൽ മുജാഹിദീൻ പ്രവർത്തിച്ചു, ഇവിടെ ഷീകളോ മറ്റ് വിഭാഗങ്ങളോ ഒന്ന് പ്രവർത്തിച്ചു. സമസ്തക്ക് നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ലാത്ത സംഘടന സമസ്തക്കല്ല ജമിയത്തുൽ ഉലമ. പക്ഷേ കണിശമായും ഒരു കാര്യത്തിൽ വാശിയുണ്ട്. ഒരു വാശിയുള്ള കാര്യം, സമസ്തക്കല്ല ജമിയത്തുൽ ഉലമക്ക് ഒന്നിൽ മാത്ര കേരളത്തിലുള്ള മുസ്ലിം സമൂഹം അവർ വഴി പഴിച്ചു പോകാൻ പാടില്ല, അവരെ ഈമാൻ പഴിച്ചു പോകാൻ പാടില്ല, അവരെ അഖീദ പഴിച്ചു പോകാൻ പാടില്ല, അവരെ അമലുകൾ പഴിച്ചു പോകാൻ പാടില്ല, അവരെ കർമ്മങ്ങൾ പഴിച്ചു പോകാൻ പാടില്ല. ഈ സമസ്തക്കല്ല ജമിയത്തുൽ ഉലമയുടെ നിഴലാട്ടം ഈ രാജ്യത്ത് ഉള്ള കാലം അത് അന്ത്യനാൾ വരെ ഈ രാജ്യത്തുണ്ടാകും, നിസ്സംശയം. അതുകൊണ്ടാ തബ്ലീഗ് ജമാഅത്തുകാരനെ നമ്മൾ വിമർശിച്ചത്. ഒരുപാട് സംഭവങ്ങൾ ഇനിയും പറയാണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷേ ആളുകൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അവരെത്ര നല്ല പ്രവർത്തനമാണ് അവരുടേത്, അവരുടേത് എത്ര നല്ല ഡ്രസ്സിംഗ് ആണ്, അവരുടേത് എന്ത് സൗമ്യമായ പെരുമാറ്റമാണ്. സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാരൊക്കെ അവരുടെ സൗമ്യമായ പെരുമാറ്റത്തെക്കുറിച്ചും അവരുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വിമർശിക്കുന്നതിലേറെ വിമർശിച്ചിട്ടുണ്ട്. വിദേശ രാഷ്ട്രങ്ങളിലും രാജ്യങ്ങളിലുമുള്ള ആളുകൾ അവരുടെ കൂടെ ചുറ്റിക്കറങ്ങാൻ പാടില്ല. കാരണം അവർ തൗഹീദ് പറയാത്തവരാ, അവർ ശിർക്ക് പറയാത്തവരാ, അവർ ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ചയില്ലാത്തവരാ. അവർക്കുള്ള ചർച്ച ഈ ജമാഅത്തും ഈ ജമാഅത്തിന് കൂടുതലും ഇത് മാത്ര. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എവിടെന്നെങ്കിലും ഒരു ജമാഅത്ത് പുറപ്പെടുമ്പോ എപ്പോഴെങ്കിലും നമുക്കൊരു അവസരമോ ചാൻസ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ആ തബ്ലീഗ് ജമാഅത്ത് പുറപ്പെടുന്ന സദസ്സിൽ നമ്മളെന്നാ ഒരു മൗലിദ് ഓതിയിട്ട് പുറപ്പെടുക, നമ്മളൊരു മങ്കൂസ് മൗലിദ് ഓതുക, നമ്മളൊരു ഷറഫുൽമനാന്റെ മൗലൂദ് ഓതുക, അല്ലെങ്കിൽ നമ്മളൊരു ബദ്ർ മൗലൂദ് ഓതുക. ഒരു ബദ്ർ മൗലൂദ് ഓതിയിട്ടായിക്കോട്ടെ ഇന്ന് നമ്മൾ ജമാഅത്ത് പുറപ്പെടുന്നത് എന്ന് നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിനോട് പറഞ്ഞു നോക്ക്. നമുക്ക് അപ്പ അറിയ സ്വഭാവം എത്ര ഗൗരവമുണ്ട് എന്ന്. അതുകൊണ്ട് ബിദ്അത്തിന്റെ കക്ഷി എന്ന് മാത്രം നമ്മൾ പറഞ്ഞത്, അല്ലാതെ നമ്മൾ ആരെയും വിമർശിക്കാൻ നമ്മൾ പോയിട്ടില്ല. ബിദ്അത്തിന്റെ കക്ഷിയ എന്ന് പറഞ്ഞാൽ അവരിൽ പുതിയതായ കുറെ വാദഗതികൾ ഉണ്ട്. അതുകൊണ്ട് ആ കക്ഷിയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇന്ന് റബീഉൽ അവ്വലിന്റെയും അതുപോലെ മഹത്തുക്കളുടെയും മഹാരഥന്മാരുടെ ഒക്കെ കാല നമ്മൾ എല്ലാ ത്വരീഖത്തുകാരും എല്ലാ അലഫലാദികളും വരുമ്പോ അവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സാന്നിധ്യം ഉണ്ടാകും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് അവരെയൊക്കെ വിമർശിക്കാറ്. അവരുടെയൊക്കെ തനത് ശൈലിയും സ്വഭാവവും രാജ്യത്തിന് കാണിച്ചു കൊടുക്കാറ് ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാ. ആരാണ്? അള്ളാഹുവിന്റെ മഹത്തുക്കൾ, അള്ളാഹുവിന്റെ മഹാരഥന്മാർ, ദീനുള്ള ആളുകൾ. അവരാണ് അള്ളാഹുവിന്റെ ദീനിൽ. നമ്മൾ ഷെയ്ഖ് എന്ന് പറയാ, അല്ലെങ്കിൽ നമ്മൾ മുരീദ് എന്ന് പറയാ, നമ്മൾ ത്വരീഖത്തിന്റെ ഷെയ്ഖ് എന്ന് പറയാ, നമ്മൾ വലി എന്ന് പറയാ, നമ്മൾ ഇഷ്ടദാസൻ എന്ന് പറയാ. നമുക്ക് അനുഗമിക്കാൻ പറ്റുന്ന ഒരു മഹാനായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കക്ഷി ആരായിരിക്കണം? ഇന്നൊക്കെ ത്വരീഖത്ത, എല്ലാ ഭാഗത്തും ത്വരീഖത്ത, എല്ലാ ത്വരീഖത്തിന്റെ കൂടെയും ആളുകൾ. ഇവിടെ വളരെ വലിയ അമളിയാണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം അപകടങ്ങളിലാ ചെന്നു പോകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാം ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ ഒരു കാര്യം മാത്രം, അള്ളാഹുവിന്റെ ദീനുണ്ടോ, അള്ളാഹുവിന്റെ ദീനുണ്ടോ, അള്ളാഹുവിന്റെ ദീനുണ്ടോ എന്ന ശ്രദ്ധയാ, അള്ളാഹുവിന്റെ ദീനുണ്ടോ എന്ന ശ്രദ്ധയാ, അള്ളാഹുവിന്റെ ദീനുണ്ടോ എന്നുള്ള ശ്രദ്ധ. നമ്മൾ ശൈഖിനെ കാണുക, അതുപോലെ മറ്റ് ത്വരീഖത്തിന്റെ കക്ഷികളെ നമ്മൾ കാണുക. ദീൻ അവരിലുണ്ടോ? ശരീഅത്തില്ലാത്ത ഒരു സംഭവമല്ല, ശരീഅത്തില്ലാത്ത ഒരു സംഭവമല്ല. ശരീഅത്ത് വളരെ ഫുള്ളായിട്ട് ആ ആളിൽ വേണം. പിന്നെ ആ ത്വരീഖത്തിന്റെ കക്ഷികളും ഒക്കെ വരുന്നത്. അതുകൊണ്ട് ശരീഅത്തിന് ഭംഗം വരുന്ന രൂപത്തിലുള്ള എന്തൊക്കെ സംഭവങ്ങളാ. മഹാനായ നമ്മൾ ശറഉൽ അഖായിദൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി തആല ഹസ്ബമാ യുംകിൻ അൽ മുവാലിബു അല തആത്ത് അൽ മുജ്തനിബു അനിൽ മആസി അൽ മുഅരിദു അനിൽ ഇൻഹിമാകി ഫി ശഹവാതി വൽ ലദ്ദാത്ത്. എത്ര നന്നായിട്ടാ മഹത്തുക്കൾ മഹാരഥന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ജമുൽ ജവാമിയും അതുപോലെ ഫതുൽ ബാരിയും മറ്റ് മഹത്തുക്കളൊക്കെ ഇങ്ങനെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാന്റെ വലിയ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി തആല ഹസ്ബമാ യുംകിൻ. വിവരമുള്ളവനെ വലിയാവാൻ കഴിയുള്ളൂ, പണ്ഡിതനെ വലിയാവാൻ കഴിയുള്ളൂ. അവന് ശറഈന്റെ ലാഹിർ അറിയണം, ശറഈന്റെ അഹ്കാമുകൾ അറിയണം വേണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമു വേണം. നല്ല വിവരമുള്ള ആൾക്ക് മാത്രമേ വലിയാവാൻ കഴിയുള്ളൂ. ഒരു വിവരമല്ല. പാവം സാധുവാ, പച്ച സാധുവാ, അയാൾ നടക്കുന്നത് തൊട്ട് നടന്നോട്ടെ. ജനങ്ങളുടെ ാവാനോ ത്വരീഖത്തിന്റെ അൽ മുവാലിബു അല തആത്ത് വാലബൻ നബിയു എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കറക്റ്റായി കൊണ്ടു നടന്നിരുന്ന കാര്യങ്ങൾക്ക് വാലബായ അറബിയിൽ ഉപയോഗിക്കുന്നത് അൽ മുവാലിബു അല തആത്ത്. ഇബാദത്തുകൾ നല്ലപോലെ ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം. ഇബാദത്തുകളിൽ കണിശത വേണം. എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ആളല്ല, നമ്മൾ സമൂഹമായി കൂടുമ്പോൾ നിസ്കരിക്കുന്ന ആളല്ല, നമ്മൾ ടീം പോകുമ്പോൾ നിസ്കരിക്കുന്ന ആളല്ല. അൽ മുവാലിബു അല
തആത്തി. ഇബാദത്തുകൾ നല്ല പോലെ ശ്രദ്ധിക്കണം. സുനനുകള്, സുന്നത്തുകള്, മസ്നൂനാത്തുകള്, നിസ്കാരങ്ങളാണെങ്കിലും നോമ്പാണെങ്കിലും എല്ലാം കണിശമായി ശ്രദ്ധിക്കുന്ന ആൾ, അയാളാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസനെന്ന് മഹത്തുക്കൾ മഹാരഥന്മാർ നമ്മളെ പഠിപ്പിച്ചു. അൽ മുവാലിബു അല തആത്ത് അൽ മുജ്തനിബു അനിൽ മആസി. ഒരു തിന്മയും ഉണ്ടാവാൻ പാടില്ല. ഞാൻ നിങ്ങളും ആലോചിക്കണം, ഐഡന്റിഫിക്കേഷൻ എന്റെയും നിങ്ങളുടെയും കയ്യിലുണ്ട്, തിരിച്ചറിയാനുള്ള കാർഡുണ്ട്. നമുക്ക് തിരിച്ചറിയൽ കാർഡ് അള്ളാഹുവിന്റെ മഹത്തുക്കൾ നൽകിയിട്ടുണ്ട്. അൽ മുജ്തനിബു അനിൽ മആസി. ഒരു തിന്മയും ഉണ്ടാവാൻ പാടില്ല. മാസിയത്തിന്റെ കക്ഷിയാവാൻ പാടില്ല, തിന്മയുടെ കക്ഷിയാവാൻ പാടില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പറയുന്നത്, മശായിഖുമാരെന്ന് പറയുന്നത്, ത്വരീഖത്തിന്റെ കക്ഷികൾ എന്ന് പറയുന്നത് മാത്രമല്ല, അൽ മുഅ്രിദു അനിൽ ഇൻഹിമാക്കി ഫിശ്ശഹവാതി വല്ലദാത്ത്. ശഹവത്തുണ്ടാവാൻ പാടില്ല, ലദ്ദത്തുണ്ടാവാൻ പാടില്ല. നിങ്ങൾ നോക്കി, ഇന്നത്തെ അധിക മശായിഖുമാരെന്ന് അവകാശപ്പെടുന്ന ത്വരീഖത്തിന്റെ കക്ഷികളും വെറും ശഹവത്തിന്റെ ആളുകളാ, വെറും ലദ്ദത്തിന്റെ ആളുകളാ. ശഹവത്തും ലദ്ദത്തും മാത്രം അവരിൽ നമ്മൾ കാണുന്നത്. ശഹവത്തും ലദ്ദത്തും അത് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ശഹവത്തുകളും ലദ്ദത്തുകളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീനിന് യഥാർത്ഥമായി ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മഹത്തുക്കൾ, മഹാരഥന്മാർ, അവര് മാത്രമാണ് അള്ളാഹുവിന്റെ ദീനിന്റെ മശായിഖുമാർ. അവരെ മാത്രമേ നാം സ്വീകരിക്കാൻ പാടുള്ളൂ. ഈ യാഥാർത്ഥ്യം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തുക മാത്രമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തത്. അല്ലാതെ നമ്മൾ ഇവിടെ ഒരു സംഭവം ചെയ്തിട്ടില്ല. ഇവിടെ വ്യാജന്മാരെയും യഥാർത്ഥ ഷേഖുമാരെയും മശായിഖുമാരെയും എല്ലാം പരിചയപ്പെടുത്തി അള്ളാഹുവിന്റെ ദീൻ അഹ്ലു സുന്നത്തി വൽ ജമാഅ അത് സത്യസന്ധമായി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഡ്യൂട്ടി. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെന്നും പ്രവർത്തിക്കുന്നവരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നിങ്ങളെ മോഹം സഫലമായി അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ടവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.